ഹായ് ഹലോ നമുക്കിന്ന് കൂണ് കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാവേ. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. നമുക്ക് ക്രഷ്ഡ് പച്ചമുളകും ജിഞ്ചറും ഗാർലിക്കും വേണേ. നമുക്കത് ആഡ് ചെയ്യാവേ. ശകലേ ഉള്ളൂ, അപ്പോൾ ശകലം ക്വാണ്ടിറ്റി മതിയായിരിക്കും. നല്ലപോലെ വഴറ്റാം. നമുക്ക് ശകലം ഒനിയനും കൂടെ ആഡ് ചെയ്യാവേ. അത് നല്ലപോലെ നമുക്ക് വഴറ്റാവേ. നല്ലപോലെ ഇളക്കുക. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് കൂണ് വൃത്തിയാക്കി വെക്കാം. നമുക്കതേപോലെ ടൊമാറ്റോ ഒരെണ്ണം അരച്ചത് വേണം, അതും വൃത്തിയാക്കി വെക്കാം. മല്ലിയിലയും പുതിനയിലയും വേണം, അത് നല്ലപോലെ അരിഞ്ഞ് വെക്കാവേ. നമുക്കതൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ റൈസും കുക്കഡ് ഉണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൂൺ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമേ. നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ ഗരം മസാല, നമുക്ക് ഇത്രയും മതിയാവും പൊടികളായിട്ട്. നല്ലപോലെ വഴറ്റുക. പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റുക. നമുക്ക് 1 സ്പൂൺ കേർഡും കൂടെ വേണമേ, അതും കൂടെ ആഡ് ചെയ്യാം. ഇട്ട് നല്ലപോലെ വഴറ്റാം. നമുക്കിനി തക്കാളി ആഡ് ചെയ്യാവേ, അരച്ച് വെച്ചേക്കുന്നത്. ഇട്ട് നല്ലപോലെ നമുക്ക് വഴറ്റാവേ. ഇപ്പോൾ അത്യാവശ്യം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനിയും പതുക്കെ കൂൺ ആഡ് ചെയ്യാവുന്നതാണ്. കൂൺ കുറച്ച് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ നമുക്ക് വഴറ്റാം. നമുക്കിത് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. നല്ലപോലെ നമുക്ക് അടച്ച് വെക്കാവേ. ഉപ്പിടാൻ മറന്നു, ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഓൾറെഡി ഞാൻ റൈസ് ഇരിപ്പുണ്ടായിരുന്നു. വെള്ളമൊക്കെ പതുക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാവേ. നമുക്ക് ഈ സമയത്തിന് നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇട്ടതൊക്കെ നല്ലപോലെ വഴറ്റാവേ. നമുക്കിനി ചോറും പതുക്കെ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്യാവേ. ഇത് ഗീ റൈസാണ്, ഫ്രിഡ്ജിലിരുന്നതാണ്. എന്നിട്ട് നമുക്കൊരു ശകല പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ഇളക്കിയതും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ശകലൊരു കളറ് കിട്ടും നമുക്ക് ഈ ചോറിന്. അപ്പം അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ അടച്ച് വെക്കാം. ഇട്ടിരുന്നൊക്കെ ഇളക്കാവേ. കുറച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കാം. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.